തലസ്ഥാന നഗരസഭയിലെ ഭരണ വിസ്മയം നോക്കണേ. 45 വർഷം അവന്മാർ ഭരിച്ചു. പക്ഷേ ദേ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങോട്ട് നോക്കിയേ. ഇതാണ് ഭരണ മികവ്. ഒരു മേയർ എങ്ങനെ ആയിരിക്കണമെന്ന് തലസ്ഥാന നഗരവാസികൾ തന്നെ പറയുന്നതൊന്ന് കേട്ടെ. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ മണക്കാട് അടക്കം ആറ്റുകാൽ മേഖലയിലാകെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ്. അവിടെ റെസിഡൻസ് അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ ഇതാ കുടിവെള്ള പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് മണക്കാട് റോഡ് ഉപരോധിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കുടിവെള്ള പ്രശ്നം തുടങ്ങിയിട്ട് അത് തിരുവനന്തപുരത്ത് പലയിടത്തും തുടരുകയാണ്. മണക്കാട് പ്രദേശത്ത് ആറ്റുകാൽ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ് എന്ന വിഷയം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ജനകീയ ഉപരോധം ഇപ്പോൾ മണക്കാട് ജംഗ്ഷനിൽ നടക്കുന്നത്. റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിലാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരെല്ലാവരും തന്നെ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുമുണ്ട്. കേട്ടല്ലോ, വെള്ളം തരൂ വെള്ളം തരൂ എന്ന് നഗരസഭയോട് അപേക്ഷിക്കുകയാണ്. മാറാത്തതൊക്കെ മാറിയില്ലേ? കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ കുടിവെള്ളത്തിന് വേണ്ടി ഇങ്ങനെ ഏതെങ്കിലും ഒരു ജനാവലി കുടിവെള്ള പ്രശ്നം ഉണ്ടായിട്ടല്ലെന്നല്ല, പക്ഷേ ഒരാഴ്ചയായിട്ട് പോലും ഒരു ചുക്കും ചെയ്യാൻ പറ്റാതെ എന്ത് ചോദിച്ചാലും മേയറും സംഘവും പറയുന്നത് അതെല്ലാം സർക്കാരാണെന്ന്. പിന്നെ കളഞ്ഞിട്ട് പൊയ്ക്കൂടെ എന്നിപ്പോൾ നാട്ടുകാർക്ക് ചോദിക്കേണ്ട അവസ്ഥയാണ്. വെള്ളമോടെ അത് ഞങ്ങളല്ല, സർക്കാരിൻ്റെ വാട്ടർ അതോറിറ്റിയാണ്. നഗരത്തിൽ മാലിന്യം എത്ര ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളല്ല, അത് തദ്ദേശ മന്ത്രിയുടെ അടുത്ത് ചോദിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ എന്തിനവിടെ കയറി ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ സുഖവാസത്തിന് കയറി ഇരിക്കുന്നതാണ്. ഒരു നഗരസഭാ ഭരണം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിഞ്ഞൂടാത്തത്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അതിന് പാരലൽ സംവിധാനം ഒരുക്കാൻ പോലും അറിഞ്ഞൂടാത്ത കുറെ പശുവിനെ മേച്ചുകൊണ്ട് നടന്ന ടീമിനെ അധികാരമെടുത്ത് കയ്യിൽ കൊടുത്താൽ ജനത്തിന് തെരുവിലിറങ്ങി കാണിക്കേണ്ടി വരുന്ന അവസ്ഥ എന്താണെന്നാണ് ഇപ്പോൾ കാണുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പൊങ്കാലയ്ക്ക് എന്തായാലും ആറ്റുകാൽ അമ്മച്ചി നഗരത്തിൽ ഇല്ല എന്ന് ഉറപ്പായി. കാര്യം വെള്ളം ദാഹിച്ച അമ്മച്ചിക്ക് പോലും അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. വെള്ളം ഉള്ളിടത്തേക്ക് പോകണ്ടേ? ദൈവത്തിനായിരുന്നാലും ദാഹിക്കും. അപ്പൊ അതുകൊണ്ട് ടാങ്കർ വെള്ളം വരുന്നവരെ കാത്തിരിക്കാൻ പറ്റും. അവർക്ക് ദൈവത്തിന് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ എളുപ്പമാണ്. പക്ഷേ ഈ നഗരത്തിൽ താമസിക്കുന്ന മനുഷ്യർക്ക് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. വീടും ജോലിയും അവരുടെ കുട്ടികളുടെ ജീവിതവും ഇതെല്ലാം വലിച്ചെറിഞ്ഞ് പോകാൻ പറ്റാത്തൊരവസ്ഥ. മാറാത്തത് മാറുമെന്ന് രായി മുതലാളി പറഞ്ഞപ്പോൾ കേട്ട് കണ്ണടച്ച് പ്രിവിലേജ് വിഭാഗക്കാരായിട്ടുള്ള നഗരവാസികളെല്ലാം കൂടി കയറ്റി അങ്ങ് ഇരുത്തി. ഒരു മധുര മനോജ്ഞ നഗരമായിരിക്കും പിറ്റെന്ന് തൊട്ടെന്നാണ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ 2 മാസം പോരാ, ഞങ്ങൾക്ക് ഇനിയും വേണം 2 വർഷം അത്രേ. ഇത്രയും കാലം ഉണ്ടായിരുന്ന നഗരസഭാ ഭരണത്തിന്റെ ആൾക്കാരെ മാറിയിട്ടുള്ളൂ. ആ നഗരസഭ അവിടെ ഉണ്ടായിരുന്നു.